LLP and partnership. First feature ആണ് formation. LLP ഫോം ചെയ്തിട്ടുള്ള LLP ആക്ട് പ്രകാരം 2008 പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുള്ളത് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം 1932 രജിസ്ട്രേഷൻ. നെക്സ്റ്റ് ഫീച്ചർ രജിസ്ട്രേഷനാണ്. LLPയുടെ രജിസ്ട്രേഷൻ രീതി കമ്പൽസറിയാണ്. രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. രജിസ്റ്റർ ഓഫ് കമ്പനീസ് മുഖേന രജിസ്റ്റർ ചെയ്യണം. പാർട്ട്ണർഷിപ്പിൽ നോട്ട് കമ്പൽസറി, പക്ഷേ രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കേസ് കൊടുക്കാൻ ഒന്നും സാധിക്കില്ല. ലീഗൽ എൻറ്റിറ്റി LLPയിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. പ്രത്യേകതരം നിയമപരമായ നിലനിൽപ്പുണ്ട് LLPയിൽ. പാർട്ട്ണർഷിപ്പിൽ നോട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അങ്ങനെ നിയമപരമായിട്ടുള്ളൊരു നിലനിൽപ്പൊന്നും പാർട്ട്ണർഷിപ്പിൽ ലീഗൽ എൻറ്റിറ്റി ഇല്ല. പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള നിലനിൽപ്പ് LLPയിൽ ഉണ്ട്. പക്ഷെ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോ റിക്രൂട്ട്മെൻറ്റോ ഇൻസോൾവൻസി ഓഫ് പാർട്ട്നേഴ്സ് ഇൻസോൾവൻസിയോ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ പാർട്ട്ണർഷിപ്പിലെ നിലനിൽപ്പിൽ മാറ്റം ഉണ്ടാവുക. നിലനിൽപ്പ് ഉണ്ടാവില്ല. സ്ഥിരമായിട്ടുള്ള നിലനിൽപ്പ് പാർട്ട്ണർഷിപ്പിൽ ഇല്ല. നെക്സ്റ്റ് ഫീച്ചർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഇതൊരു സിമിലാരിറ്റിയാണ് LLP ആൻഡ് പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ളത്. നോട്ട് മെൻഷൻഡ്, രണ്ടിലും നോട്ട് മെൻഷൻഡാണ്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ എണ്ണം LLPയിൽ 2 മുതൽ എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആവാം. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ 2 to 20, 2 മുതൽ 20 വരെയുള്ള പാർട്ട്നേഴ്സിനെ ഉൾക്കൊള്ളിക്കാനാവുകയുള്ളൂ. നെക്സ്റ്റ് നെയിമാണ് ഫീച്ചറായിട്ട് വന്നുള്ളത്. നെയിം ദ എൻഡ് വേർഡ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഓർ അക്രോണിയം LLP. നമ്മൾ LLPയിൽ ഫേമിൻ്റെ പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP എന്ന് ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരു റൂളില്ല. നെയിം ഇന്നത് കൊടുക്കണം എന്നുള്ള ഒരു റൂളില്ല. ലയബിലിറ്റി LLPയിൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. നമ്മൾ എത്രയാണോ നമ്മൾക്ക് ലയബിലിറ്റി അതിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻസേ നമുക്ക് നൽകേണ്ടതുള്ളൂ. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. Unlimited liability and personal property of the partners are liable for the debts of the firm. നമ്മളുടെ ലയബിലിറ്റി എത്രത്തോളമാണോ, നമുക്ക് എത്രത്തോളം കടമുണ്ടോ അത് നമ്മളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടായാലും നമ്മളത് തീർക്കേണ്ടതായിട്ട് വരും. ഫോറിൻ നാഷണൽ ആസ് പാർട്ട്നേഴ്സ്. LLPയിൽ ഫോറിൻ നാഷണൽ ക്യാൻ ബി പാർട്ട്നേഴ്സ്. വിദേശത്തുള്ള പാർട്ട്നർ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പാർട്ട്നേഴ്സിന് പാർട്ട്ണർ ആവാൻ പറ്റും. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഫോറിൻ നാഷണൽസിന് പാർട്ട്ണർ ആവാൻ പറ്റില്ല. ആനുവൽ റിട്ടേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. LLPയിലെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഹാസ് ടു ബി ഫിൽഡ് വിത്ത് ROC എന്നുള്ള ഫയലിൻ്റെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ട്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ്, പലതരത്തിലുള്ള അക്കൗണ്ട്സും ആനുവൽ റിട്ടേൺസും ROC എന്നുള്ള ഫയലിൽ റെക്കോർഡ് ചെയ്യണം. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ ആനുവൽ റിട്ടേൺ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മീറ്റിംഗ് അതൊരു സിമിലാരിറ്റിയാണ്. മീറ്റിങ്സ് രണ്ട് LLPയിലും അതെ പാർട്ട്ണർഷിപ്പിലും അതെ നോട്ട് റിക്വയർഡ് ആണ്. ഡിസ്ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടൽ. LLPയിൽ പാർട്ട്നേഴ്സ് വളണ്ടറി ബൈ ഓർഡർ ഓഫ് പാർട്ട്നേഴ്സിനെ പിരിച്ചുവിടുന്നത് സ്വമേധയാ അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. പാർട്ട്ണർഷിപ്പിൽ ബൈ അഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള അഗ്രിമെൻറ്റ് ഏത് പ്രകാരമാണോ നടക്കുന്നത് അത് എന്നാണ് പിരിച്ചുവിടണമെന്ന് അഗ്രിമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ രീതിയിലായിരിക്കും പാർട്ട്ണർഷിപ്പ് ഫേം പിരിച്ചുവിടുക. ഇതിനാണ് LLP ആൻഡ് പാർട്ട്ണർഷിപ്പിൻ്റെ ഡിഫറൻസ്. താങ്ക് യു. എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് വാറണ്ടി അണ്ടർ ദ സെയിൽ ഓഫ് ഗുഡ് ആക്ട് സെക്ഷൻ 12(3). വാട്ട് ഈസ് വാറണ്ടി? എന്താണ് വാറണ്ടി?
we can derive that a warranty can be simplified as a guarantee. ഒരു ഗ്യാരണ്ടി എന്ന നിലയിൽ ഒരു വാറണ്ടി ലളിതമാക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. It is a condition present within a contract between parties which comes into action the moment the condition is not satisfied or fulfilled by either of the parties. കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറിനുള്ളിൽ നിലവിലുള്ള ഒരു വ്യവസ്ഥയാണിത്. വ്യവസ്ഥകൾ തൃപ്തിപ്പെടാത്തതോ കക്ഷികൾ നിറവേറ്റാത്തതോ ആയ നിമിഷം ഇത് പ്രാബല്യത്തിൽ വരും. വാറണ്ടി രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് എക്സ്പ്രസ് വാറണ്ടിയും രണ്ടാമത്തത് ഇംപ്ലൈഡ് വാറണ്ടിയും. എക്സ്പ്രസ് വാറണ്ടി എന്താണെന്ന് വെച്ചാൽ എൻ എക്സ്പ്രസ് വാറണ്ടി കവേഴ്സ് ദ പാർട്ട് ഓഫ് കോൺട്രാക്ട് ദാറ്റ് ഈസ് ഡൺ എക്സ്പ്രസ്ലി ബൈ വേസ് ഓഫ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. ഒരു എക്സ്പ്രസ് വാറണ്ടി സംസാരിക്കുന്നതിനോ എഴുതുന്നതിനോ ഉള്ള വഴികളിലൂടെ വ്യക്തമായി ചെയ്യുന്ന കരാറുകളുടെ ഭാഗം ഉൾക്കൊള്ളുന്നു. ഇൻ അഡിഷൻ ടു ദാറ്റ്, this kind of warranty expressly comes with a guarantee of reliability and to meet a certain level of credibility of a particular product. അതിനു പുറമെ ഇത്തരത്തിലുള്ള വാറണ്ടി ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെ വിശ്വാസ്യതയുടെ ഒരു നിശ്ചിത നിലവാരം പുലർത്തുന്നതിനും ഇത് ഉറപ്പ് നൽകുന്നു. If there is a problem pertaining to the product, the manufacturers need to fix it anyhow without charging an additional cost. ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് അധിക ചെലവ് ഈടാക്കാതെ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കേണ്ടതുണ്ട്. These are often used for the purpose of reference as it is a written form of the condition concerning the contract. കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ രേഖാമൂലമുള്ള രൂപമായതിനാൽ ഇവ പലപ്പോഴും റെഫറൻസിനായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് എക്സ്പ്രസ് വാറണ്ടി. ഇനി എന്താണ് ഇംപ്ലൈഡ് വാറണ്ടി? ആൻ ഇംപ്ലൈഡ് വാറണ്ടി ഇൻ ദ ലോ ഓഫ് കോൺട്രാക്ട് ഈസ് സോൾലി ബേസ്ഡ് ഓൺ പ്രിസംപ്ഷൻ. കരാർ നിയമത്തിലെ ഒരു സൂചനയുള്ള വാറണ്ടി അനുമാനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇംപ്ലൈഡ് വാറണ്ടി. Unlike express warranty, the guarantee is being served in ways of assurance by the ongoing circumstances involved in due course of the contract. എക്സ്പ്രസ് വാറണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരാറിൻ്റെ യഥാസമയം ഉൾപ്പെട്ടിരിക്കുന്ന നിലവിലുള്ള സാഹചര്യങ്ങളാൽ ഉറപ്പ് നൽകുന്ന രീതിയിലാണ് ഇംപ്ലൈഡ് വാറണ്ടി നൽകുന്നത്. A seller assures in detail about the good which the buyer is going to receive. വാങ്ങുന്നയാൾക്ക് ലഭിക്കാൻ പോകുന്ന സാധനങ്ങളെ കുറിച്ചിട്ട് ഒരു വിൽപ്പനക്കാരൻ വിശദമായിട്ട് തന്നെ അതിന് ഉറപ്പ് നൽകുന്നുണ്ട്. This assurance take a form of warranty as there is hardly any other expression made for the required conditions to be fulfilled. ഈ ഉറപ്പുകൾ വാറണ്ടിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാരണം ആവശ്യമായ വ്യവസ്ഥകൾ നിറവേറ്റുന്നതിനായിട്ട് മറ്റൊരു തരത്തിലുള്ള രീതികളും ഇതിൽ നടപ്പാക്കുന്നില്ല. പദപ്രയോഗങ്ങളൊന്നും ഇതിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് വാറണ്ടിയുടെ ഒരു രൂപമായിട്ട് തന്നെയാണ് ഈ ഉറപ്പ് എടുക്കുന്നത്. These types of warranties are still considered even if it is not promised in any means of writing or orally. രേഖാമൂലമോ വാക്കാലോ വാഗ്ദാനം ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള വാറണ്ടികൾ ഇപ്പോഴും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ഇംപ്ലൈഡ് വാറണ്ടി. താങ്ക് യു. Performance of contract of sale. According to Section 31 of Sale of Goods Act, performance of contract sale means as regards seller delivery of the goods to the buyer and as regards the buyer acceptance of the delivery of the goods and payment for them in accordance with the term of the contract of sale. Section 31 of Sale of Good Actile performance of contract of sale എന്ന് പറയുന്നത് സെല്ലർ ബയ്യറിന് ഗുഡ് ഡെലിവറി ചെയ്യുന്നു, അതുപോലെ തന്നെ ബയ്യർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് അത് പേ ചെയ്യാനും റെഡിയാകുന്നു.
according to the term of the contract of sale. Contract of sale term എല്ലാം പാലിച്ചുകൊണ്ട് അതിനെ പേ ചെയ്യാൻ റെഡിയാവുന്നു. നെക്സ്റ്റ് വൺ, according to section 32 of that, if there is no special agreement between the parties contrary to it, then the delivery of the goods and the payment of their price are concurrent conditions. That is, the seller shall be willing to give the possession of the goods to the buyer in exchange for the price, and the buyer shall be ready to willing to pay the price in exchange for the possession of the goods. ഇതിൽ 32 സെക്ഷൻ 32 പറയുന്നത് ഒരു സ്പെഷ്യൽ അഗ്രിമെൻ്റ് ഒന്നുമില്ല പാർട്ടീസ് തമ്മിൽ. ഇതിലെ കണ്ടീഷൻ കോൺകറൻ്റ് ആയിട്ടാണ് വെച്ചെങ്കിൽ സെല്ലറ് പൊസഷൻ പ്രൈസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ബയ്യറുമായിട്ട് പ്രൈസായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വില്ലിങ് ആവും. അതുപോലെ തന്നെ ബയ്യർ അതിൻ്റെ പൊസഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് പ്രൈസ് കൊടുക്കാനും വില്ലിങ് ആവുന്നു. ഇതാണ് സെക്ഷൻ 32 പറയുന്നത്. നെക്സ്റ്റ്, ഡെലിവറി ഓഫ് ഗുഡ്സ്. സെക്ഷൻ 2 ക്ലോസ് 2 ഓഫ് സെയിൽ ഓഫ് ഗുഡ് ആക്ട് defines delivery as a voluntary transfer of possession from one person to another. ഇതിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 2ൽ ഡെലിവറി എന്ന് വെച്ചാൽ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷനാണ്. വോളണ്ടറി പൊസഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതുവഴി ആക്ച്വൽ ഡെലിവറി ആവാം, സിംബോളിക് ഡെലിവറി ആവാം, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ്. ആക്ച്വൽ ഡെലിവറി, when the goods are handed over by the seller to the buyer or his duly authorized agent, the delivery is said to be an actual. ഇതിൽ സെല്ലർ ബയ്യറിനോ അല്ലെങ്കിൽ ബയ്യർ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏജൻറ്റിനോ അതിൻ്റെ ഗുഡ് ഹാൻഡ് ഓവർ ചെയ്യാം. അതിനാണ് ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എക്സ് ഒരു കാറ് വൈക്ക് സെല്ല് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഡെലിവറി നടന്നിരിക്കുന്നു. അതിനാണ് ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. അടുത്തത് സിംബോളിക് ഡെലിവറി, where the goods are bulky and heavy or when the goods are not in personal custody of the seller, it is not possible to give the actual delivery of goods. In such case, the control over the good is transferred by the delivery of symbol. ഇതിൽ പറയുന്നത് ഗുഡ്സ് ബൾക്കി ഹെവി അല്ലെങ്കിൽ ഇത് സെല്ലറിൻ്റെ പേഴ്സണൽ കസ്റ്റഡിയിലല്ല ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ഡെലിവറി പോസിബിൾ ആവില്ല. അപ്പോൾ അതിൻ്റെ കൺട്രോള് ട്രാൻസ്ഫർ ചെയ്യും. അതിനാണ് സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നത്. വെച്ചാൽ ഇപ്പോൾ ഒരു ഗോഡൗണിൻ്റെ അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ കീ ഒരാൾ മറ്റാൾക്ക് കൊടുക്കുന്നു. അതിനാണ് സിംബോളിക് ഡെലിവറി ഉണ്ട്. നെക്സ്റ്റ് വൺ, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ്. When a person who is in possession of the goods accepts or acknowledges to hold them on behalf of the buyers, it is called constructive delivery. ഇതിൽ പറയുന്നത് ഒരു ബയ്യറിൻ്റെ സാധനം അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരാൾക്ക് ഒരു സാധനം വിറ്റു. അപ്പോൾ അതിൻ്റെ പൊസഷൻ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും എക്സ് 200 ബാഗ് വൈക്ക് സെല്ല് ചെയ്തു. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിരിക്കുന്നത് സെഡിൻ്റെ ഗോഡൗണിലാണ്. അപ്പോൾ എക്സ് സെഡിനോട് പറയും ഇത് വൈക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയും. അപ്പോൾ ഈ എക്സ് ഇതിൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കും ഇത് വൈക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ സെഡ് സൂക്ഷിക്കുന്നത് ഈ 200 ബാഗ് വൈയുടെ പേരിലായിരിക്കും. ഇതിനാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ്. സെക്ഷൻ 33 മുതൽ 39 വരെ. അത് റൂൾസ് എന്തൊക്കെ വെച്ചാൽ പൊസഷൻ ഓഫ് ഗുഡ്സ്, ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ, effective part of delivery, buyer to apply for delivery, time of delivery, place of delivery, goods in possession of third person, expenses of delivery, installment delivery, delivery to a carrier by wharfinger, buyer right to examine the good,
Buyer not bound to return the rejected goods. Liability of buyer for neglecting or refusing delivery of goods. അതിലെ ഫസ്റ്റ് വൺ പൊസഷൻ ഓഫ് ഗുഡ്സ്. ഡെലിവറി ഷുഡ് ബി the effect of putting the buyer in possession of the goods. So a delivery to anyone other than the buyer or his agent insufficient. ഇതിൽ ഡെലിവറി എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസഷനെ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ബയർ അല്ലാതെ വേറെ ആൾക്കോ അല്ലെങ്കിൽ അതിനൊരു ഏജൻറ്റിനും ട്രാൻസ്ഫർ ചെയ്താൽ അത് ഇൻസഫിഷ്യൻ്റ് ആണ്. ഇത് സെക്ഷൻ 32 പറയും. നെക്സ്റ്റ് വൺ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ. Delivery and payment are in concurrent condition. That is, the seller should be ready to willing to give the possession of the goods, and the buyer should be ready to willing to pay the price as per section 32. ഇതിൽ കോൺകറൻറ്റ് കണ്ടീഷനാണ്. ബയറും ഡെലിവറി പേയ്മെൻറ്റ് തമ്മിലുള്ള ഒരു കോൺകറൻറ്റ് കണ്ടീഷനാണ്. സെയിം ഡയറക്ഷനിലുള്ള കണ്ടീഷനാണ്. ചെയ്യുക സെല്ലറ് വില്ലിങ് ആവണം അതിനുള്ള പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യാനും, അതുപോലെ തന്നെ ബയർ അത് അതിനുള്ള ക്യാഷ് നൽകാനും വില്ലിങ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ എഫക്റ്റ് ഓഫ് പാർട്ട് ഓഫ് ഡെലിവറി. എ ഡെലിവറി ഓഫ് ദ പാർട്ട് ഓഫ് ദ ഗുഡ് ഹാസ് ദ സെയിം എഫക്റ്റ് ആസ് ഡെലിവറി ഓഫ് ദ ഹോൾ. For the purpose of passing the property in the goods, provided such part delivery is made in progress of the delivery of the whole. Section 34 പ്രകാരം. Buyer to apply for the delivery. The seller is to deliver the goods when the buyer applies for the delivery. Section 35. ഇതിൽ ബയ്യർ അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഡെലിവറിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന അപ്പോൾ തന്നെ ഈ സെല്ലർ ഡെലിവറി ചെയ്യണം. Next one, time to delivery. In a contract of sale, the delivery of goods should be made within the reasonable time unless a time is fixed in the contract. Section 36 clause 2 and 4. ഇതിൽ എന്താ കോൺട്രാക്റ്റിൽ ഒരു ഫിക്സഡ് ടൈം പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ഇതിന് റീസണബിൾ ടൈമിൽ ഡെലിവറി നടത്തണം. നെക്സ്റ്റ് വൺ, പ്ലേസ് ഓഫ് ഡെലിവറി. Where the place of delivery is stated in the contract, the goods must be delivered at the specified place during working hours on a working day. Section 36 clause 2 പറയുന്നു. Where the place of delivery ഇതിനുള്ള പ്ലേസ് കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ സ്പെസിഫൈഡ് പ്ലേസിൽ വർക്കിംഗ് ഡേയിൽ വർക്കിംഗ് ഹവറിൽ തന്നെ ഡെലിവറി ചെയ്യണം. നെക്സ്റ്റ് വൺ, ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് ദ തേർഡ് പേഴ്സൺ. വേർ ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ദ സെയിൽ ആർ ഇൻ പൊസഷൻ ഓഫ് ദ തേർഡ് പേഴ്സൺ, ദർ ഈസ് നോ ഡെലിവറി ബൈ ദ സെല്ലർ unless and until such third person acknowledged to the buyer that he holds the goods on behalf of. Section 32 clause 3. ഇതിൽ പറയുന്നത് ഇതിൻ്റെ പൊസഷൻ ഒരു തേർഡ് പേഴ്സൻ്റെ കയ്യിലാണെങ്കിൽ സെല്ലർ ബയറിന് സാധനം കൊടുത്താലും ഈ തേർഡ് പേഴ്സൺ അറിയാതെ ഇത് ഡെലിവറി ആയെന്ന് കണക്കാക്കിയില്ല. എക്സ്പെൻസ് ഓഫ് ഡെലിവറി. The seller should bear the expenses of putting the goods into deliverable state and also incidental expenses until otherwise agreed. ഇതിൽ പറയുന്നത് the seller should ഇതിന് സെല്ലർ ഡെലിവറിക്ക് വേണ്ട എല്ലാ എക്സ്പെൻസസും സെല്ലർ തന്നെ മീറ്റ് ചെയ്യണം എന്നാണ്. ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. In absence of agreement of contract, the buyer is not bound to accept delivery by installment. Section 38 clause 1. ഇതിൽ ഒരു പ്രത്യേകം ഒരു അഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നത് ബയർ ആക്സെപ്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ, ഡെലിവറി ടു എ കാരിയർ ബൈ wharfinger. The delivery to carrier on the purpose of transmission to the buyer or the delivery of the goods wharfinger for custody. It is prima facie as deemed to the delivery of the goods by the buyer. ഇതിൽ എന്താ പറയുക,
കരിയറിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്മിഷന് വേണ്ടി ബയ്യറിന് ഡെലിവറി ചെയ്യുക വാർഫിംഗേഴ്സിനെ ഡെലിവറി ചെയ്യും, ഒന്നല്ലെങ്കിൽ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഇത് ഡെലിവറി ആയിട്ടാണ് കണക്കാക്കുക. Buyer right to examine the goods. Where the goods are delivered to the buyer which he has not previously examined, he is entitled to examine for his satisfaction. He is not deemed to have accepted unless he had a reasonable opportunity for such examination. ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഇതിലുള്ള ബയ്യറിനെ ഇതിന് പ്രീവിയസ് പർച്ചേസ് ഡെലിവറി ആവുന്നതിന് മുന്നേ ഇതിനെ ഗുഡ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല വെച്ചെങ്കിൽ, ആളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചെങ്കിൽ ആൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇദ്ദേഹം ഇത് ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈ ആയാൽ മാത്രമാണ് ഇത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കുള്ളൂ. Buyer not bound to return the rejected good unless otherwise agreed, where buyer refused to take delivery of the goods, and if he has to do it so, he is not bound to return them to the seller, but insufficient if he intimates to the seller that he refuses to accept them. Section 43. ഒരു പോയിന്റിൽ ബയ്യർ ഡെലിവറി ഓഫ് ഗുഡ്സിന് റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ് വെച്ചെങ്കിൽ ഇദ്ദേഹം തിരിച്ച് സെല്ലാറിൻ്റെയിലേക്ക് റിട്ടേൺ ചെയ്യണം. കൂടാതെ ഇത് സെല്ലാറിനോട് റിപ്പോർട്ട് ചെയ്യാൻ വേണം, റിഫ്യൂസ് ചെയ്ത് പറഞ്ഞിട്ട്. Liability of buyer for neglecting or refusing delivery of goods. When the seller is ready and willing to deliver the goods and requests buyer to take delivery, and buyer does not take delivery within the reasonable time after such request, the buyer is liable to seller for any loss occurred by his neglect or refusal to take delivery plus reasonable charge for the care and custody of the goods. ഇതിൽ പറയുന്നത് വെച്ചാൽ സെല്ലറ് ഇത് വിൽക്കാനും ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് അയക്കുന്ന ആസ് പെർ ദ റിക്വസ്റ്റ് ഓഫ് ദ ബയറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം വില്ലിങ് ആയി. പക്ഷേ ബയറിന് റീസണബിൾ ടൈമിൽ ഇത് ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബയർ ലയബിളാണ് ഇയാൾക്ക് വന്ന എല്ലാ കോസ്റ്റിനും. കൂടാതെ ഇത് ഈ ബയ്യർ വാങ്ങാൻ പറഞ്ഞതിനുള്ള ടൈമിന് ശേഷം ഇദ്ദേഹം കസ്റ്റഡിയിലാണ്, ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ്, സെല്ലറിൻ്റെ കസ്റ്റഡിയിലാണ് ഇതുണ്ടാവുക. അപ്പോൾ അതിനുള്ള ചാർജും ബയ്യർ നൽകണം. LLP Limited Liability Partnership. LLP means a partnership formed and registered under this act. LLP എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർഷിപ്പ് ആണ്, ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. LLP ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോർപ്പറേഷൻ. LLP എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോർപ്പറേഷൻ ആണ്. It has the feature of both this form. This form of business becomes very popular nowadays as many entrepreneurs are opting this. All limited liability partnership is governed under the Limited Liability Partnership Act 2008. However, in India, LLP was introduced in April 2009. എന്നാൽ ഇന്ത്യയിൽ LLP ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏപ്രിൽ 2009-ലാണ്. ദിസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ വുഡ് ബി ക്വൈറ്റ് യൂസ്ഫുൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഇൻ ജനറൽ ആൻഡ് ഫോർ ദ എൻ്റർപ്രൈസസ് ഇൻ സർവീസ് സെക്ടർ ഇൻ പാർട്ടിക്കുലർ. LLP ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിനാണ്. ഫീച്ചേഴ്സിൽ ഒന്നാമത്തേതാണ് ലീഗൽ എൻറ്റിറ്റി. ദ LLP shall be a body corporate formed and incorporated under the LLP Act 2008 and is a legal entity separated from that of its partners.
അടുത്ത പോയിൻ്റാണ് any two or more persons associated for carrying on a lawful business with a view to profit may be subscribing their name to an incorporation document and link the same with the register form a limited liability partnership. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. എൻ LLP shall have perpetual succession. Any change in the partners of LLP shall not affect the existence, right and liability of the LLP. ഇതിൽ മൂന്നാമത്തെ പോയിൻ്റാണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. എവരി LLP shall have a least 2 partners and shall also have a least 2 individual and designated partners. ഒരു LLP പാർട്ട്ണർഷിപ്പിൽ എന്തായാലും രണ്ടോ അതിലധികമോ കൂടുതൽ ആൾക്കാരാണ് വേണ്ടത്. പിന്നെ നാലാമത്തെ പോയിൻ്റാണ് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. എനി ഇൻഡിവിജ്വൽ ഓർ ബോഡി കോർപ്പറേറ്റ് മേ ബി എ പാർട്ട്ണർ ഇൻ LLP. ബോഡി കോർപ്പറേറ്റ് മീൻസ് എ കമ്പനി ആസ് ഡിഫൈൻഡ് ഇൻ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആൻഡ് ഇൻക്ലൂഡ്സ് അതിൽ ഒന്നാമത്തെയാണ് എൻ LLP രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട്. രണ്ടാമത്തെ എൻ LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. മൂന്നാമത്തെ ആൻഡ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. അതിൽ അഞ്ചാമത്തെ പോയിൻ്റാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. ദ മ്യൂച്വൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് ആർ ഗവേൺഡ് ബൈ ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഓർ ബിറ്റ്വീൻ ദ LLP ആൻഡ് ദ പാർട്ട്നേഴ്സ് സബ്ജക്റ്റ് to the provision of LLP Act 2008. Partners as agent. Every partners of a LLP is for the purpose of business of the LLP, the agent of the LLP but not of other partners. ഏഴാമത്തെ പോയിന്റ്, the liability of the partners of LLP are limited only the amount contributed by them. No partners will be individually for any wrongful act of other partners. ഒമ്പതാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ. എവറി LLP is under an obligation of maintain annual account reflecting true and fair view of its state of affair. A statement of account and solvency must be filled with the register every year. അതിൽ ലാസ്റ്റ് പോയിൻ്റാണ് വൈൻഡിങ് അപ്പ്. എൻ LLP may be wound up either voluntary or by the and an LLP so wound up may be dissolved. LLP formations. It is a legal entity separate from that of its partners and have a perpetual sections. അടുത്ത് every limited liability partnership shall have at least 2 partners and there is no maximum limit. Any individual or body corporate may be a partner in a limited liability partnership. Last one ആണ് every LLP shall have at least 2 designated partners to do all act under the law who are individuals and at least one of them shall be a resident in India. The topic ആണ് LLP agreement. LLP agreement means any written agreement between the partners of the limited liability partnership or between the LLP and its partners which determines the mutual right and duties of the partners and their right and duties in relation to that limited liability partnership. So the agreement contains name of LLP, name of partners and designated partners, the form of contributions in a profit sharing ratio and right and duties of partners. In case no agreement is entered into, the right and duties as prescribed under Schedule
one of the LLP Act shall be applicable. It is possible to amend the LLP agreement, but every change made in the solid agreement, but the intimated to the register of companies. That's over. Formation, capital contribution, LLP agreement, partners and designated partners. Formation ആണ് ഫസ്റ്റ് പറഞ്ഞത്. ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ എൽ എൽ പി ഈസ് എ ബോഡി കോപ്പറേറ്റഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി LLP Act 2008. It has a legal entity separate from that of its partners and have a perpetual succession. Every limited liability partnership shall have at least 2 partners and there is no maximum limit. Any individual or body corporate may be partners in a limited liability partnership. അതായത് LLP അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇത് നൽകുന്ന വർഷം 2008 ഇതിന് അതിൻ്റെ പങ്കാളികളിൽ നിന്ന് ഒരു വേറിട്ട് ഒരു നിയമപരമായ സ്ഥാപനമുണ്ട്. കൂടാതെ മിനിമം 2 പങ്കാളികളെങ്കിലും ഇതിലുണ്ടായിരിക്കണം. പരമാവധി പരിധിയില്ല. ഏതെങ്കിലും വ്യക്തിയോ ബോഡി കോർപ്പറേറ്ററോ പരിമിതമായ ബാധ്യത പങ്കാളിത്തത്തിൽ പങ്കാളിയായിരിക്കാം എന്നതാണ് ഫോർമേഷനിൽ പറയുന്നത്. അടുത്ത പറയുന്നത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഇൻ കേസ് ഓഫ് LLP there is no concept of any share capital, but every partners is required to contribute towards the LLP in some manner as specified in the LLP agreement. The contribution of the partner may consist of tangible, movable or immovable or tangible property or other benefit to the LLP, including money, promissory notes, other agreements to contribute cash or property, and contracts for service performed or to be performed. അതായത് LLPയുടെ കാര്യത്തിൽ ഒരു ഷെയർ ക്യാപിറ്റൽ എന്ന ആശയം ഇല്ല. LLPയുടെ കരാറിൽ വ്യക്തമായിരിക്കുന്നത് പോലെ എല്ലാ പങ്കാളികളും LLPയിലേക്ക് സംഭാവന നൽകേണ്ടതുണ്ട്. അത് പണം അല്ലെങ്കിൽ പ്രോമിസറി നോട്ടുകൾ, പണമോ വസ്തുക്കളോ സംഭാവന ചെയ്യുന്നതിനുള്ള മറ്റു കരാറുകൾ നിർവഹിക്കുന്നതോ ആയ സേവനങ്ങളാണ് ഇതിക്ക് വേണ്ടത്. അത് പങ്കാളിയുടെ സ്വത്തോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളായിട്ട് പങ്കാളിയുടെ സംഭാവനയ്ക്ക് അടങ്ങിയിരിക്കും. പറയുന്നത് LLP agreement ആണ്. LLP agreement means any written agreement between the partners of the limited liability partnership or between the limited liability partnership and its partners which determines the mutual rights and duties of the partners and their rights and duties in relation to that limited liability. It is possible to amend the LLP agreement, but every change made in the said agreement must be intimated to the registrar of companies. അതായത് LLPയുടെ ഉടമ്പടി എന്നാൽ പരിമിതമായ ബാധ്യത പങ്കാളിത്തത്തിൻ്റെ പങ്കാളികൾ തമ്മിലുള്ള അല്ലെങ്കിൽ പരിമിതമായ ബാധ്യത പങ്കാളിത്തവും അതിൻ്റെ പങ്കാളിയും തമ്മിലുള്ള പരസ്പര അവകാശങ്ങളും കടമകളും മറ്റു കാര്യങ്ങളും നിർണ്ണയിക്കുന്ന ഒരു രേഖാമൂലമുള്ള കരാറാണ് LLP അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തന്നെ LLP ഉടമ്പടിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനൊക്കെ സാധിക്കും. എന്നാൽ ആ വരുത്തിയ എല്ലാ മാറ്റങ്ങളും കമ്പനിയുടെ രജിസ്റ്ററിനെ അറിയിക്കേണ്ടതാണ്. അടുത്ത ടോപ്പിക്കാണ് പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. Partners in relation to a limited liability partnership means any person who becomes a partner in the limited liability partnership in accordance with the limited liability partnership agreement. And every limited liability partnership shall have at least 2 partners and shall also have at least 2 individuals as designated partners, of whom at least one shall be resident in India. Resident in India means a person who has stayed in India for a period of not
less than 182 days during the immediately preceding 1 year. അതായത് പരിമിതമായ ബാധ്യത പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട പങ്കാളികളിൽ അർത്ഥമാക്കുന്നത് പരമാവധി ബാധ്യത പങ്കാളിത്ത കരാറിൽ അനുസൃതമായി പരിമിതമായ ബാധ്യത പങ്കാളിത്തത്തിൽ പങ്കാളിയാകുന്ന ഏതൊരു വ്യക്തിയെയുമാണ്. എല്ലാ പരിമിത ബാധ്യത പങ്കാളിത്തത്തിലും കുറഞ്ഞത് 2 പങ്കാളിയെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ ആ പങ്കാളി ഇന്ത്യയിൽ താമസിക്കുന്നതായിരിക്കണം. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ മീൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ താമസിക്കുന്നത്, എന്നാൽ തൊട്ടു മുമ്പത്തെ ഒരു വർഷത്തിനിടയിൽ 108 ദിവസത്തിൽ കുറയാത്ത കാലയളവിൽ ഇന്ത്യയിൽ താമസിച്ച വ്യക്തി എന്നാണ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.